ഇപ്പൊ സ്ട്രോബെറിന്റെ സീസൺ അല്ലേ. നമുക്കൊരു വെറൈറ്റി ആക്കിയല്ലോ. വെറൈറ്റി അല്ല, ഞാൻ എപ്പോഴും സ്ട്രോബെറി വെച്ചിട്ട് ഷെയ്ക്കാണ് ഉണ്ടാക്കല്. ഇന്നൊന്ന് പുഡിംഗ് ആക്കി നോക്കിയത് കേട്ടോ. സംഭവം ടേസ്റ്റ് ഉണ്ട്. ഇനി ഫ്രഷ് സ്ട്രോബെറി ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ ഫ്രഷ് സ്ട്രോബെറി ഉണ്ടായതുകൊണ്ട് ഞാൻ ഫ്രഷ് എടുത്തു. നിങ്ങളെ കയ്യിൽ ഫ്രഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറി എസൻസ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി ആദ്യം കുറച്ച് സ്ട്രോബെറി എടുത്തൊന്ന് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. എന്നിട്ട് അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാല് കൂടെ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. എന്നിട്ട് അത് ഗ്യാസിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗറും കൂടെ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കോൺഫ്ലോർ ആഡ് ചെയ്തതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുക്കുക. അതിന്റെ കട്ട പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഈ സെയിം പാനിലേക്ക് തന്നെ മാറ്റി അതൊരു തിക്ക് കൺസിസ്റ്റൻസി ആക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റി ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. അതൊന്ന് ഫ്രീസ് ആവുന്ന ടൈം കൊണ്ട് നമുക്കിതിന് മുകളിലേക്കുള്ള ഒരു ടോപ്പിംഗ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി കുറച്ച് സ്ട്രോബെറി ചെറുതാക്കി കട്ട് ചെയ്തത് ഒരു പാനിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് ഷുഗറും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിന് ഷുഗർ എല്ലാം മെൽറ്റായി അതൊരു തിക്ക് കൺസിസ്റ്റൻസി ആയി വരും. ഒരു ജാമിന്റെ എല്ലാം കൺസിസ്റ്റൻസി ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുള്ള പുഡിങ്ങിന്റെ മേലെ ഒന്ന് ടോപ്പിംഗ്സ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ താഴെ ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.